Okay, we'll continue the morning classes. Continuation will take, okay. So we're studying about the heat and its effects. So in the beginning, till the 18th century, scientists believed that heat means it is a kind of fluid which was gained when body is heated, and it will. And they believed that when the body is cooled, it is lost. അങ്ങനെയായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. അതായത് ചൂടാക്കുമ്പോൾ നമ്മുടെ ബോഡി ചൂടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു, നമ്മുടെ ബോഡി എന്നല്ല ഉദ്ദേശിക്കുന്നത്, എനിത്തിങ് എനി മെറ്റീരിയൽ എന്തായാലും ചൂടാക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു എന്താ പറയണ്ടേ, ഫ്ലൂയിഡ് ആണെന്നാണ് അവർ വിചാരിച്ചത്. അത് നമ്മൾ ആ തീയിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അതിൻ്റെ തണുത്ത് കഴിയുമ്പോൾ അത് നഷ്ടപ്പെടുന്നു എന്നാണ് ആദ്യകാലങ്ങളിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. Then by 19th century, 18th century, or means end of 18th century and the beginning of 19th century, scientists called Count Rumford and James Prescott, they did some experiments and they found out that heat is a form of energy and it is known as a thermal energy. So 19th century ആയപ്പോൾ, beginning of 19th century ആയപ്പോഴേക്കും സയന്റിസ്റ്റ് പേര് കൗണ്ട് റംഫോർഡ് ആൻഡ് ജെയിംസ് പ്രെസ്കോട്ട് established that it is a form of energy. Heat means it is a form of energy which is known as a thermal energy. അതിന് ആ പേരിന്, അതായത് ഹീറ്റിന്റെ എനർജിക്ക് പറയുന്ന പേരാണ് thermal energy. And they found that many forms of energy can be converted into heat energy, and heat energy can be converted into many other forms also. Both രണ്ടും heat energy വേറെ പല ഫോമിലേക്ക് മാറ്റാൻ പറ്റും, ഇനി പല ഫോമിലുള്ള മറ്റ് എനർജികൾ നമുക്ക് ഹീറ്റ് എനർജിയിലേക്ക് മാറ്റാൻ പറ്റുമെന്ന്. ഫോർ എക്സാമ്പിൾ, when we rub our hand together, mechanical energy gets converted to heat energy and our hands become warm. Just to rub your hand like this way. While you rub your hand, you can feel like feel that your hands are heat. Just to rub it. Miss, right. ഞാനിപ്പോ റബ് ചെയ്തു. ഓക്കെ, ദെൻ അങ്ങനെ റബ് ചെയ്യുന്ന സമയത്ത് മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ആവുന്നത് എന്താണ്? ഹീറ്റ് എനർജിയിലേക്ക് കൺവേർട്ട് ആകുന്നു. മെക്കാനിക്കൽ എനർജി is converted into heat energy and so our hand feels that heat. നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് മെക്കാനിക്കൽ എനർജിയാണ്, നമ്മുടെ കയ്യിലുള്ള മെക്കാനിക്കൽ എനർജി ഹീറ്റ് എനർജി ആയി മാറുന്നു. അതുകൊണ്ട് നമ്മുടെ കൈക്ക് എന്താകുന്നു? we feel that heat. ആ ഹോട്ട്, ചൂട് നമുക്ക് അനുഭവപ്പെടുന്നു. ഇനി നമ്മുടെ കൈ മാത്രമല്ല, ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ എടുത്തിട്ട് നിങ്ങളിങ്ങനെ റബ്ബ് ചെയ്ത് നോക്കുക. ഒരു പെന്നും ഒരു പെൻസിലും റബ്ബ് ചെയ്ത് ലേശം കഴിയുമ്പോൾ നിങ്ങൾ അവിടെ ടച്ച് ചെയ്ത് അവിടെ ചൂടായിട്ടുണ്ടാകും. ചിന്തിച്ചാ? So mechanical energy is converted into heat energy. Next, another one. When fuel is burned, chemical energy stored in the fuel gets converted to heat energy. How do we get fuel energy? From petrol, diesel and all, and from firewood and all. ഇതിലൊക്കെയുള്ള ഫ്യൂൽ, ഇന്ധനങ്ങളിലുള്ള മണ്ണെണ്ണയിലും ഒക്കെയുള്ള എനർജി, fuel is burnt, അതിലുള്ള കെമിക്കൽ എനർജി is turned into heat energy. നമുക്കറിയാം മണ്ണെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ കത്തിക്കാനായിട്ട് ഉപയോഗിച്ചാൽ അതിലുള്ള കെമിക്കൽ എനർജി ആണത്. That chemical energy is converted into heat energy. Okay, next. The heat energy of burning petrol is converted to mechanical energy in a car. പെട്രോൾ ചൂടാകുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റിൽ നിന്നാണ് അത് മെക്കാനിക്കൽ എനർജി ആയി മാറുമ്പോഴാണ് കാറ്, ബസ്സെല്ലാം ഓടുന്നത്. Okay. The heat energy of burning petrol is converted to mechanical energy in a car. In an electric heater, electrical energy is converted to heat energy. So, do you have heater at home? Heater ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? No. ഹീറ്റർ ഉള്ള ആൾക്കറിയാം. ഹീറ്റർ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ള മെക്കാനിക്കൽ എനർജി എന്തായി മാറുന്നു? ഹോട്ടായി മാറുന്നു, ചൂട്, ഹീറ്റ് എനർജി ആയി മാറുന്നു. സോ ഇൻ ആൻ ഇലക്ട്രിക് ഹീറ്റർ, മെക്കാനിക്കൽ എനർജി അല്ല അതിനകത്തുള്ള ഇലക്ട്രിക്കൽ എനർജി, കറണ്ട് ഉപയോഗിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത് അല്ലേ? സോ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു heat energy. If for example another
നമ്മളുടെ എന്താ പറയണ്ടേ ഫാൻ ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. In a powerhouse, heat energy of burning coal is converted into electrical energy. അപ്പൊ നമുക്കറിയാം, നമ്മൾ പവർ ഹൗസിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് തെർമൽ പവർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന്? ഇല്ല, കറണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടിട്ടുണ്ടോ? എന്താ ദിയ കുട്ടി, ദിയ സ്റ്റക്കായോ? പവർ ഹൗസിലെ ഹീറ്റ് എനർജി ഓഫ് ബേണിംഗ് കോളിന്റെ ഹീറ്റ് എനർജി അവിടുന്ന് എന്താവുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. When a solid, a liquid or a gas is heated, its molecules gain energy and start moving faster. If you heat any solids, liquids or gas, and when it is heated, the molecules get more energy and it will move fast. Start to move. അത് മൂവ് ചെയ്യാൻ തുടങ്ങും. അതിലുള്ള മോളിക്യൂൾസ് തന്മാത്രകൾ എന്ത് ചെയ്യുന്നു? അത് മൂവ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ആസ് ഇറ്റ് ഗെറ്റ്സ് മോർ ഹീറ്റ്, അതായത് കൂടുതൽ ചൂടാക്കുന്നതനുസരിച്ച് ഇറ്റ് വിൽ മൂവ് വെരി ഫാസ്റ്റ്ലി. The more we heat the substance, the faster its molecules move. Heat energy is therefore the energy of movement of molecules. So heat energy is therefore, or heat energy is the energy of movement of molecules. മോളിക്യൂൾസിന്റെ മൂവ്മെന്റിനെ സഹായിക്കുന്നതാണ്. അതായത് നമുക്കറിയാം, സോളിഡിലുള്ള മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും. ലിക്വിഡിന്റെ എന്ന് പറയുന്നത് നമുക്കറിയാം, സോളിഡ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ പെട്ടെന്ന് ചൂടാവുക? ലിക്വിഡ് ആണോ? ഓർ സോളിഡ് ഓർ ഗ്യാസ്? Which one will get fast? ഗ്യാസ് ആയിരിക്കും. കാരണം ഗ്യാസ് ആവുമ്പോൾ അതിലെ മോളിക്യൂൾസ് വളരെ ലൂസാണ്, അല്ലെ? ലിക്വിഡ് ഗ്യാസിലുള്ള മോളിക്യൂൾസ് ആർ വെരി ലൂസ്. ബട്ട് ദെൻ വാട്ടറിലുള്ള, അതായത് ലിക്വിഡിലുള്ള മോളിക്യൂൾസും ലൂസ് ആണ്. ബട്ട് ഗ്യാസിൻ്റെതായിരിക്കും കൂടുതൽ ലൂസ് ആയിട്ടുള്ളത്. ബട്ട് സോളിഡിൽ എന്താണ്? ഈ മോളിക്യൂൾസ് തിക്കലി അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അദ്ദേഹം നമ്മൾ തേർഡ് ലെസൺ പഠിക്കാത്തതുകൊണ്ട് അത് നിങ്ങൾക്ക് അറിയോ ഇല്ലോ എന്നറിയില്ല. 6th സ്റ്റാൻഡേർഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതായത് സോളിഡ് ആയിട്ടുള്ള തിങ്സിലെ മോളിക്യൂൾസ് ആർ അറേഞ്ച്ഡ് വെരി 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 തിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അത് സോളിഡ് ആയിട്ടിരിക്കുന്നത്. ബട്ട് ലിക്വിഡ് ആയിട്ടുള്ള ഏത് ഐറ്റത്തിലുള്ള മോളിക്യൂൾസും ലൂസ് ആയിട്ടാണ്. കമ്പയർഡ് ടു സോളിഡ്സ്, ലിക്വിഡ്സ് ആർ ലൂസ്. ബട്ട് ഇൻ ഗ്യാസ് ഫോം it is very very loose, ഭയങ്കര ലൂസ് ആണ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഹീറ്റ് എനർജി ഈസ് therefore known as the energy of movement of മോളിക്യൂൾസിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഫാസ്റ്റ് ആയിട്ട് ചൂടാകുന്നത്. Effects of heat: fill a vessel up to the brim with water, drop a few pieces of vegetables in it, heat the vessel and observe the changes that happen. You will observe the following. See, this is an experiment for you. Anne Maria Thomas, can you hear anything? Yes. Okay. Here is an experiment. Take a vessel and fill a little water in that and drop some vegetables into that and heat it. What will happen? എന്ത് സംഭവിക്കും അറിയാവോ? അതിനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും ഇടരുത്. ജസ്റ്റ് put some vegetables and boil it. That's all. എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക കേട്ടാ. ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. യു ആർ 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ്. മമ്മിയോട് പറയാം, ഞാൻ യൂട്യൂബിൽ നോക്കി കുറച്ച് കുക്കറി ഷോ ഒക്കെ പഠിച്ചാന്ന് പറഞ്ഞിട്ട് പയ്യെ അടുക്കള കയറുക. I think Faith and all are doing some cooking at home, isn't it? He knows to prepare chicken curry and all. Other day he said, I don't know whether it is true or false. Other day in the class he said no, he knows to cook chicken curry and all. Do you remember that? And he may be doing anything. And what about you, Diya? Do you cook anything? Yes or no? What do you cook? No. No. Oh, very good girl. They will enter into the kitchen door. Okay. What about you, Sean?
Shajanayal. What's your name? Sean, no? How did you came to the class with this name? Okay, okay. You answer me, Sean. Do you cook anything? Like Faith? Dia is very good girl. She will never enter into the kitchen door at all. Okay, Sean. He will cook something. Okay, what you will cook, Sean? No name for that. Unmute and say. Okay. പപ്പടം. Oh, okay. Then. മുട്ട. Okay, then. You will prepare egg curry or egg fry? Fry, okay. That's all, huh? Papadam and egg. That's all. What about you, Anne-Maria? Do you know any cooking? Yes. What you will do? Not like Riya? Okay. Fish curry. Fish curry you know to cook? Very good. Yes, yes. I will. Fish fry. Fish fry, okay. Then? What else? Chicken. Chicken. Chicken you will prepare? Chicken curry? Yes. Oh my God, where is Diya? She has stopped the video also. Okay. Then. I will come to your house, Anne-Maria. I will come to your house and I'll ask your mummy whether it is true or not. Okay, miss. Okay, miss. Okay. She will prepare a chicken curry and fish fry. Okay. Okay, this one, Diya, you also try today onwards. Ask your mother's help. These people are there cooking chicken curry and papadam, egg, then what else? Fish fry and all this. And Faith on the cake, he is not replying at all. Okay, anyway, tomorrow she will be also. Then I asked you, but you did not reply at that time. Whether you will cook or not? Miss unmute ആക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല. Now you are unmuted. Okay. Okay. Whether you will cook or not? Yes, miss. What all things do you know to cook? എന്നോടാ? Yeah. To Faith I am asking. Others finished. Miss, they already cooked. Miss chicken വെക്കും. Chicken curry. മുട്ട റോസ്റ്റ് ആക്കും. മുട്ട റോസ്റ്റ് ആക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാരും ചിക്കനും മുട്ടയുമായിട്ടാണ് ജീവിതം. ഓക്കെ. എനിവേ ദിയ നാളെ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരുന്നതായിരിക്കും അല്ലെ ദിയ മോളെ? ഓക്കെ. അപ്പം ആക്കാനറിയാം. അപ്പം. Very good. Okay. Now see, here one experiment is at least Diya do this. ഇവിടെ പറഞ്ഞിരിക്കുന്ന experiment ഒന്ന് ചെയ്യുന്നു കേട്ടോ. Put some vegetables into a boiling water and see what changes it take place there. അവിടെ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാകുന്നതെന്ന് കാണാം. എന്താ ഷോൺ, എന്ത് മാറ്റം ഉണ്ടാകും അവിടെ? What changes will take place there? ഒരു കുറച്ച് വെള്ളത്തിനകത്തായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ട് ചൂടാക്കുക, തിളപ്പിക്കുക, തിളച്ചുകൊണ്ടിരിക്കുക. എന്ത് സംഭവിക്കും? അതിന്റെ the color of that vegetable will change, isn't it? Color of that vegetable will change. കുറേശ്ശെ അതിന്റെ കളർ ചേഞ്ച് ചെയ്യും അല്ലെ? അതെന്തുകൊണ്ടാണ് അത് അങ്ങനെ കളർ ചേഞ്ച് ആവുന്നത്? അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ലേഡീസ് ഫിംഗർ ഇട്ടു നല്ല ഗ്രീൻ കളർ ആയിരിക്കും. അത് നമ്മൾ ചൂടായി വെള്ളം തിളച്ചത് ചൂടായി ഒക്കെ വന്നു കഴിയുമ്പോൾ അതേ ഗ്രീൻ കളർ ആയിരിക്കുമോ? നോ, there will be changes, isn't it? Okay. The first thing is the water becomes warmer. വെള്ളം ചൂടാകും. അടുപ്പത്ത് വെച്ച് നമ്മൾ ഗ്യാസോ അല്ലെങ്കിൽ അടുപ്പിൽ തീ കത്തിക്കോ ഗ്യാസ് ഓൺ ആക്കോ ചെയ്തതിന് ഫസ്റ്റ് അതിന്റെ വെള്ളം പതിയെ ചൂടാകാൻ തുടങ്ങും. Then warmer, that is
its temperature rises, thus heat causes increase the temperature. So ഈ വെള്ളം എന്തുകൊണ്ടാണ് ചൂടാകുന്നു? പിന്നെ നെക്സ്റ്റ് ഇറ്റ് വിൽ ബോയിൽ ഇറ്റ് ആൻഡ് ഓൾ. ബിഫോർ ദാറ്റ് നമുക്കൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. അത് ചൂടാകുന്നതനുസരിച്ച് ഫസ്റ്റ് നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ ഇറ്റ് ഈസ് കാം ക്വയറ്റ്. ആഫ്റ്റർ ദാറ്റ് ആഫ്റ്റർ സം ടൈംസ് വി ക്യാൻ ഹിയർ എ ബിറ്റ് ഓഫ് സൗണ്ട്. ചെറിയൊരു സൗണ്ട് വെള്ളം ചൂടാകുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വെക്കുന്ന പാടെയല്ല, ആഫ്റ്റർ ലിറ്റിൽ ടൈം, കുറച്ച് കഴിയുന്ന സമയത്ത് അത് ചൂടാകുന്നതനുസരിച്ച് സൗണ്ട് വരാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട് ടു ബോയിൽ. ബോയിൽ മീൻസ് it will be dancing there, isn't it? Start to boil. That means heat will increase the temperature. അതിന്റെ ചൂട് കൂടുന്നതനുസരിച്ചാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുമ്പോഴേക്കും വെള്ളത്തിന് ആ സൗണ്ടോ അല്ല ബോയിലിങ്ങോ ഒന്നുമില്ല. ജസ്റ്റ് സ്റ്റാർട്ട്. ആ ഹീറ്റ് ചൂടാകുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? സംഭവിക്കും. ആരാന്നറിയത്തില്ല, ഒന്ന് എടുത്തേ. ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ the water becomes warmer, that it is temperature rises, thus heat causes increase in temperature. അപ്പോൾ ടെമ്പറേച്ചർ കൂടാൻ സഹായിക്കും. അതായത് നമുക്കറിയാം ചൂടാക്കുമ്പോഴേക്കും ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. As the water heats up, some of it overflows, its volumes increases, thus heat causes expansion. And you know, have you ever boiled milk? Yes, miss. Have you ever boiled milk? Okay. Yes. What changes can you see there? When the milk boils, what change you can see? Please unmute Sean. ആരായിരുന്നു yes miss പറഞ്ഞ ആള്? Faith. Faith. Okay, Faith, please answer. ഒന്ന് പറഞ്ഞേ മോനെ. Miss അത് തിളയ്ക്കും. തിളച്ചു കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നേ? അപ്പൊ അതിന്റെ നെക്സ്റ്റ് പോയിന്റ് അല്ല മിസ്, ഇത് തിളച്ച കൊമളകൾ വരും. ആ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് കേൾക്കണ്ടേ. അത്രയും ഓക്കെയാണ്, അത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. അത് കഴിഞ്ഞ് അത് തിളച്ച് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് പൊങ്ങി. വെരി ഗുഡ്. ഇറ്റ് ഓവർഫ്ലോസ്, ഇറ്റ് അത് ഓവർഫ്ലോ ചെയ്യും. കൊമ്പള അതിങ്ങനെ പൊങ്ങിയിട്ട് പാലിങ്ങനെ തിളച്ച് പൊങ്ങി പാത്രത്തിന്റെ വെളിയിലേക്ക് വരും. സെയിം വേ നമ്മളൊരു പാത്രം നിറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാല്, തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാല്, തിളച്ച് കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കുന്നു? പൊങ്ങി വരും. അത് നിറച്ചുണ്ടെങ്കിൽ, അപ്പം പാത്രത്തിന്റെ പകുതിയോ ഉള്ള മുക്കാല് ഭാഗം ഉള്ളെങ്കിൽ ചിലപ്പോൾ അത് പുറത്തോട്ടൊന്നും വരത്തില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഫുള്ള്, അതിന് മുകളിലറ്റം വരെ വെള്ളം ഉണ്ടെന്നൊരിക്കൽ എന്താ സംഭവിക്കുന്നത്? അത് ചൂടാകുന്നതനുസരിച്ച് നമ്മൾ പറഞ്ഞ ഒരു സൗണ്ട് കേൾക്കും, ടെമ്പറേച്ചർ കൂടും. അതിനുശേഷം ഇറ്റ് സ്റ്റാർട്ട്സ് ബോയിൽ. ആ ബോയിൽ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ബ്ല ആകുന്നു. ഇറ്റ് വിൽ കം ഔട്ട്, അല്ലെ? ആ പാത്രത്തിന്റെ പുറത്തേക്ക് വരും, അല്ലെ? ദാറ്റ് മീൻസ് ഹീറ്റ് ഹെൽപ്സ് us to expand. Expand means വികസിക്കുക. എക്സ്പാൻഷന് സഹായിക്കുന്നു. The heat causes increase in temperature and heat causes expansion. ചില സാധനങ്ങൾ നമ്മൾ ചൂടാക്കുമ്പോൾ വീർത്ത് വരും. നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും സാധനം ചൂടാക്കാൻ ചില സാധനങ്ങൾ അടുപ്പ് ചൂടാകുന്നതനുസരിച്ച് വീർത്ത് വരും. ഫോർ എക്സാമ്പിൾ യുവർ റീഫില്ല്. ഹാവ് യു എവർ ഹീറ്റഡ് യുവർ റീഫില്ല് ഓഫ് യുവർ പെൻ? ഷോൺ, ഹാവ് യു എവർ? Good. As the water boils, steam comes out of the water. That is, water changes into stage. Thus, heat causes changes of state. And namakariam. And another thing, when we boil the water or any liquids, steam comes. What is the meaning of steams? Steam means what? നീരാവി പുറത്ത് വരുന്നുണ്ട്, അല്ലെ? ദാറ്റ് മീൻസ് ദ ഗ്യാസസ് ഫോം. നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ ചൂടാക്കുമ്പോൾ എന്തായിട്ട്, വാട്ടർ ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ലിക്വിഡ് ആയിട്ടുള്ള എന്ത് ചൂടാക്കിയാലും അതിൽ നിന്ന് ഗ്യാസ് വരും, അത് സ്റ്റീം വരും, നീരാവിയായിട്ട് പുറത്ത് വരും. ഓക്കെ, ആഫ്റ്റർ ദ ഓക്കെ. സോ അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. ഫസ്റ്റ് വൺ, it increases the temperature. Second one, heat
causes for the expansion, and third one is heat causes for the change of state. അതിന്റെ സ്റ്റേറ്റ്, അതായത് അത് ലിക്വിഡിലായിട്ടുണ്ടായിരുന്ന സാധനം ഗ്യാസ് ഫോമിലേക്ക് മാറുന്നു അല്ലേ? ഓക്കെ. Next, another one is after the water has boiled for a few minutes, the vegetable becomes soft and their taste changes. That is, the vegetable gets cooked. Cooking of vegetable is a chemical change. Thus, heat causes chemical change. We know that നമ്മൾ ഫസ്റ്റ് അതിനകത്തിട്ട് വെജിറ്റബിളിന്റെ കാര്യമാണ് ഈ പറയുന്നതെല്ലാം. നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ട് പാത്രം നിറച്ച് വെള്ളം വെച്ച് അത് ചൂടാക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഫസ്റ്റ് വണ് അത് ടെമ്പറേച്ചർ കൂടുന്നു. സെക്കൻഡ് വണ് എക്സ്പാൻഷൻ മീൻസ് വാട്ടർ തിളച്ചത് പുറത്തേക്ക് വരുന്നു. തേർഡ് വണ് സ്റ്റീം വരുന്നു. സോ അതിനകത്തുണ്ടായിരുന്ന വാട്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്യാസ് ഫോമിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് കെമിക്കൽ ചേഞ്ച്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ആ ഇട്ട വെജിറ്റബിൾ, ലേഡീസ് ഫിംഗർ ആയിക്കോട്ടെ, എന്ത് വെജിറ്റബിൾ ആണോ നമ്മൾ അതിനകത്തോട്ട് ഇട്ടേക്കുന്നത്, ഇറ്റ് വിൽ ബി കുക്ക്ഡ്. അത് വേവും അല്ലെ? അപ്പോൾ ഇറ്റ്സ് കളർ ചേഞ്ചസ്, ദെൻ ഇറ്റ്സ് ടേസ്റ്റ് ചേഞ്ചസ്. If you have eaten raw potato or raw tomato or raw lady's finger, and if you have eaten as it cooked, do you feel the same taste then? No. No. Taste is different, isn't it? Okay. That means it is cooked. Then the heat changes into chemical energy there. Chemical changes avada vannu kazhinjirikkunnu. Cooked aayittulladavumbom chemical change avada vannu kazhinju. Okay. നമ്മളൊരു ടൊമാറ്റോ ആയിട്ടോ പൊട്ടറ്റോ ആയിട്ടോ എന്തുവാണ് പച്ചക്ക് തിന്നിട്ട് നമ്മളത് വെള്ളത്തിൽ ഇട്ട് ബോയിൽ ചെയ്തിട്ട് തിന്നുമ്പോൾ ടേസ്റ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് അല്ലെ? ചില സാധനങ്ങൾ നമ്മൾ പച്ചക്ക് തിന്നുമ്പോൾ അതിനൊരു കയ്പോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ചൊവയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട്. കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ടേസ്റ്റ് എല്ലാം മാറി. ഇറ്റ് ബിക്കംസ് മോർ ടേസ്റ്റിയർ, isn't it? Okay. So vegetables get cooked. Cooking of vegetable is chemical change. So heat or heat causes for chemical change there. Then if the water is examined under a powerful microscope before and after boiling, it is found that many bacteria that were earlier present in the water have died. Thus, heat affects living organisms. And what type of water do you drink at home? Cool water or boiled water? Usually we drink boiled and cooled water, isn't it? അതായത് തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കാറ് മോസ്റ്റ്ലി. Why do you drink like that way? Dia, can you answer? Why do we drink boiled and cooled water? Dia is stuck. And Maria? For defeating germs. Yeah. There will be many bacteria, many germs which we cannot see. Instead, so many small living organisms in that, which microorganisms which we cannot see with our naked eye. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് രോഗാണുക്കൾ, ബാക്ടീരിയസ് അതിലുണ്ടാകും. If we examine that water before boiling, we can see so many living organisms there. Means like bacteria, so small ones. Bacteria means we know that it is a very small organisms. We cannot see that, isn't it? But after boiling that, if we check that these bacteria are dead. പിന്നെ നമ്മൾ അത് ബോയിൽ ചെയ്തതിന് ശേഷം മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബാക്ടീരിയസ് എല്ലാം ഡെഡ് ആണെന്ന് നമ്മൾ കാണുന്നു. സോ ഇറ്റ് അഫക്ട്സ് ദ ലിവിങ് ഓർഗാനിസംസ്. ചൂട് എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒന്നും വേണ്ട. നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന നമ്മളിപ്പോ അതിനകത്തുള്ള ബാക്ടീരിയ നമ്മൾ കാണുന്നില്ല. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു ജീവി, സ്മോൾ വൺ, നമുക്ക് ഫോർ എക്സാമ്പിൾ ants. If you see many ants at home, what you will do? Sometimes have you seen your mothers burning them with a paper or coconut leaves and all? Yeah. And that is an example. ഇത് നമ്മൾ കാണുന്ന ഒരു ജീവി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. മറ്റേത് ബാക്ടീരിയസ് we cannot see. You might have learned earlier there were fire in the forest. പഴയ കാലത്ത് നിങ്ങൾ കാട്ടില്
തീ ഉണ്ടായിരുന്നായിട്ടൊക്കെ നിങ്ങൾ ഇടയ്ക്കൊക്കെ തീ കത്തി ഇങ്ങനെ ഫോറസ്റ്റിലൊക്കെ തീ പിടിച്ച് അതിലുള്ള ലിവിങ് ഓർഗാനിസംസ് ഒക്കെ ചത്തുപോയതായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അനിമൽസ് which animals which could run and escape from there might have been escaped, but animals and birds which could not escape from that were fully dead. നിങ്ങൾ അങ്ങനത്തെ കഥകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ here നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, if we check the water before boiling we can see many bacteria, and after boiling we will check, we can see those bacteria are dead. Okay, so that means heat affects the living organism. This is because every organism can tolerate a definite range of temperature. Its activities and survival get affected at the temperatures higher or lower than the normal temperature. Not only bacteria, all living organisms, all living things, they can tolerate a certain temperature, but more than that, if there is temperature, it will affect the life of that living things. എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികൾക്കും ഒരു certain temperature tolerate ചെയ്യാൻ പറ്റും. പക്ഷേ അതിനോട് അപ്പുറത്തേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ it will affect the life of that living organism. അതിനേക്ക് അപ്പുറത്തേക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് ലിറ്റിൽ ബിറ്റ് നമുക്ക് പൊള്ളി കഴിഞ്ഞാൽ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കത്തില്ല. You might have seen your mother's hands and all while they are cooking in the kitchen. They might have different parts of their body might have got burned. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ അല്ലെ? നിങ്ങളുടെ മമ്മിയുടെ ഒക്കെ കയ്യോ കാലോ ഒക്കെ പൊള്ളിയിട്ടുണ്ടാവും അടുക്കളയിൽ പണിയുന്ന സമയത്തൊക്കെ. പക്ഷേ if it is a little bit, a little, they can tolerate it, or 1 or 2 days they may have pain, or 1 week, but they will survive. But if they get more burnt, what will happen? It will completely affect their life. അവരുടെ ലൈഫിനെ കംപ്ലീറ്റ് അത് അഫക്ട് ചെയ്യും. കുറേ ചിലതൊക്കെ ആണെന്നൊരു ഇത്ര പെർസെൻറ്റേജിന് താഴെയുള്ളതാണെങ്കിൽ കുറെ നാളത്തേന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിയാകും. ബട്ട് ഫോർ സം പീപ്പിൾ ഇഫ് ദേ ആർ got burnt of more than 50-60%, their life is in danger. Sometimes they may die also, isn't it? നമുക്കറിയാം. അപ്പൊ നമ്മൾക്ക് അത്രയും ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്മോൾ ഓർഗാനിസംസിനൊക്കെ എന്ത് പറ്റും? പെട്ടെന്ന് തന്നെ അത് ചത്തുപോകും. അപ്പം ഓൾ ആനിമൽസ്, എല്ലാ ആനിമൽസിനും ഒരു സർട്ടൻ ടെമ്പറേച്ചർ പറയാൻ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ അപ്പുറത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിനെ ടോളറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മൈഗ്രേറ്റിംഗ് ബേർഡ്സിനെ കുറിച്ചും മൈഗ്രേറ്റിംഗ് ആനിമൽസിനെ കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു 5th സ്റ്റാൻഡേർഡ് അല്ലെ? എന്തുകൊണ്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? മേ ബി ഡ്യൂ ടു ഹെവി or heavy hot heat or too cold. അവർക്ക് ഒന്നെങ്കിൽ ഭയങ്കര തണുപ്പായതുകൊണ്ട് അവിടെ താമസിക്കാൻ പറ്റാതെ വരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ചൂടായതുകൊണ്ട് അവർ ആ സ്ഥലം വിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. and they will return back to their place when the climate is comfortable for them. അത് തിരിച്ചങ്ങോട്ട് പോകും, അവിടുത്തെ ക്ലൈമറ്റ് കംഫർട്ടബിൾ. അത് ചൂടാണേലും ഹീറ്റ് ആണേലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, so this is because every organism can tolerate a definite range of temperature. Its activities and survival get affected at the temperature higher or lower than the normal temperature. അവർക്ക് ടോളറേറ്റ് ചെയ്യും. എല്ലാ ജീവികൾക്കും ഒരേ ടെമ്പറേച്ചറിലല്ല. നമുക്കറിയാം, if we go to the northern hemisphere or southern hemisphere, means I'm telling about the polar regions. Can we live there? Why there is no human beings alive in polar regions? We cannot tolerate that much cold. അത്രയും തണുപ്പ് അവിടെ നമുക്ക് സഹിച്ചു പോകാൻ പറ്റത്തില്ല അല്ലേ? But then you might have learned people, those who have climbed Mount Everest. Mount Everest കയറിയ ആൾക്കാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. Many people tried but failed. They could not reach there. At last Edmund Hillary and all reached. അവരുടെ കൂടെ പോയത് അത് Edmund Hillary and all, not the first time they reached the Mount Everest. Before that, third time I think he reached there. 2 times tried. കുറെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തണുപ്പ് സഹിക്കാൻ വയ്യാതെ തിരിച്ചു പോന്നു. അതിനുശേഷം വീണ്ടും they trained themselves and then only they reached. അങ്ങനെ ഒരുപാട് ആൾക്കാർ പലതവണ ട്രൈ ചെയ്തിട്ട് ഫെയിൽഡ് ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചൂടിന് ഒരു സർട്ടൻ ആവറേജ്, അതിന് ശേഷം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മളിവിടെ വളരെ ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല.
കാരണം ആ ഹോട്ടല് അവിടുത്തെ ക്ലൈമറ്റിൽ നമുക്ക് ആവില്ല. അതുപോലെ തന്നെയാണ് തണുപ്പും. അപ്പം all living organisms, all the animals activities and survival get affected at the temperature higher or lower than the normal they can tolerate. അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് കൂടുതലും അല്ലെങ്കിൽ ഒരുപാട് താഴെയുമായി കഴിഞ്ഞാൽ we cannot. Okay. So only 4 minutes are okay. Expansion. Next one is expansion. What is the meaning of expand? Expand means what? Develop means make it more bigger. വലുതാക്കുക എന്നാണ് അർത്ഥം. Expand means. Suppose that a number of children are standing in a corner of a hall. They are moving around a little to talk to each other. Suddenly the music switched on. The children start dancing and moving around. Huh? Okay. Suddenly music is switched on. The children start dancing and moving around more. Naturally, they will spread out more and occupy a larger part of the hall. This is an example. If you are standing in a group, how many students are there in your class? 9 or 10? 11, I think. Okay, 11 students are standing in a class, and you are talking, just you are a group and you are talking there, and suddenly your teacher has on the music. Then what you will do? Automatically you will start to dance. If you want dance, what you will do? You will move to another place. Means you cannot do a dance together there in a group. അത്രയും സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഹാളിലെ കൂടുതൽ സ്പേസ് നിങ്ങൾ എടുക്കും ഡാൻസിന്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നേ? തട്ടിമുട്ടിയായിട്ട് നിങ്ങൾ ചിലപ്പോൾ വീണെന്ന് വരും അല്ലേ? സോ നമുക്കൊരു സ്റ്റേജിലാണെങ്കിൽ തന്നെ നിങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? You need a certain space to dance. If anybody occupies your space, you cannot dance there properly. You may not get a proper space there. So same thing. Ide avasthayana. Suppose that okay, naturally the children start dancing and moving around more. Naturally, they will spread out more and occupy a larger part of the hall. Similarly, when we heat a substance, the movement of its molecules increase. So earlier we studied that when we heat a substance, the molecules starts moving. അതിനുള്ളിൽ അത് മൂവ് ചെയ്യാൻ തുടങ്ങും നമ്മൾ പഠിച്ചു. Okay. This increase the average distance between the molecules. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിനെ ഈ ഡാൻസിന്റെ സെയിം എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. ഈ മോളിക്യൂൾസിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് കിട്ടാതെ വരും. Automatically what happens? Therefore, the space occupied by the molecules, that is the volume of the substance, increases. We say that heat causes expansion. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്ത് സംഭവിക്കുന്നു? അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ചില സാധനങ്ങൾ ചൂടാക്കുമ്പോൾ അതിനുള്ള മോളിക്യൂൾസിന് മൂവ്മെന്റ് ചെയ്യാനുള്ള സ്ഥലം കിട്ടാതെ വരുമ്പോൾ അത് വീശി. നമ്മൾ ഇപ്പൊ പറഞ്ഞ മിൽക്ക് ബോയിൽ ചെയ്യുന്നതും വാട്ടർ ബോയിൽ ചെയ്യുന്നതും ഒക്കെ എക്സാമ്പിള്. ആ വെള്ളം ചൂടാക്കുമ്പോൾ അതിലുള്ള മോളിക്യൂൾസിന് മൂവ് ആവുന്നു. ആ മൂവ്മെന്റിന്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദ വെസൽ. പാത്രത്തിന്റെ മുകളിലേക്ക് പുറത്തോട്ട് ചാടി വരുന്നു. ഓക്കെ. എക്സ്പാൻഷൻ ഇൻ സോളിഡ്സ്. ഇനി ഓരോ വസ്തുവിലും സോളിഡ്സിലും ലിക്വിഡ്സിലും ഒക്കെയുള്ള എക്സ്പാൻഷന്റെ ഡിഫറൻസ് എങ്ങനെയാണെന്ന്. We can perform the following activity to show the expansion in solids. Only 1 minute is left. So if we'll take that portion, it will not be completed. So we will wind up the class today. And once again, I'll remind you, next Thursday, first class, we will have a not computer. It will be science class. Okay. And Tuesday also. Hereafter, every first class will be science and second class will be computer. Okay. Bye then. I'll give the notes today.